ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, 20 നൂറ്റാണ്ടുകൾ പിന്നിട്ട മലങ്കര സഭയുടെ ചരിത്രം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക എന്നത് അപ്രായോഗികമാണെങ്കിലും ഒരു കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ജിബു എടത്തും, പശ്ചാത്തലത്തിൽ കീബോർഡ് സാം ഡൽഹി, ഹൃദം ബിജു അടൂർ, ഗാനം ബിജു ആനിക്കാട്, ബിജു പുത്തങ്കാവ്, എബി അടൂർ, ശബ്ദ നിയന്ത്രണം ബിജു കുടശ്ശേരി, അവതരണം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഷാർജ. കലാസ്നേഹികളെ, പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയ പരിസരത്ത് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ ഇടയാക്കിയ ദൈവം തമ്പുരാനെ സ്തുതിച്ചുകൊണ്ടും മലങ്കര സഭയെ അതിയായി സ്നേഹിച്ചിരുന്ന കാലം ചെയ്ത ജോമാർ പിലസിനോസ് തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുന്നു. സത്യം 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 മലങ്കര സഭതൻ സന്നായം ഓതിയിടും സത്യം ഓതിയിടും സത്യം ഓതിയിടും സത്യം. നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വ്യാപരിച്ചു കിടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ, ഈ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ സഭയെ നയിക്കുവാൻ അനുയോജ്യരായ ഇടയന്മാരെ കാലാകാലങ്ങളിൽ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഇന്നുവരെയുള്ള വളർച്ചയ്ക്കിടയിൽ ധാരാളം അഗ്നിപരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓരോ അഗ്നിപരീക്ഷണങ്ങൾ കഴിയുമ്പോഴും അഗ്നിയിൽ നിന്നും സ്ഫുടം ചെയ്തെടുത്ത കരകക്കട്ടി പോലെ മലങ്കര സഭ തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് വരും. ഊര്യൻ കുരിശിൻ സത്യത്തിലൂടെയും കാതോലിക്കറ്റ് പുനഃസ്ഥാപനത്തിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ തന്റെ ജീവൻ വരെ നൽകാൻ തയ്യാറായ പരിശുദ്ധ പൗലോസ് തിബിയൻ കാതോലിക്ക ബാബായ്ക്കും അഭിവന്ദ്യ സേവ്യരോസ് തിരുമേനിക്കും അഭിവാദ്യങ്ങളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ കലോപകാരം ആ പരിശുദ്ധ പിതാക്കന്മാരുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ ആഗമനത്തോടുകൂടി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം തികച്ചും സുദീർഘമാണ്. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ ഭാരത മണ്ണിൽ സഭ ആരംഭിക്കുകയും 16-ാം നൂറ്റാണ്ട് വരെ വിദേശ സഭകളുടെ കടന്നാക്രമണങ്ങൾ കൂടാതെ സഭ ഇവിടെ ഏതാണ്ട് വംശവിശുദ്ധിയോടുകൂടി നിലനിൽക്കുകയും ചെയ്തു. പിന്നീട് വന്ന പോർട്ടുഗീസുകാർ മുതൽ ഒരു മുസ്ലിം രാജ്യത്ത് ദൗത്യബോധമില്ലാതെയും അർത്ഥമില്ലാതെയും സൂക്ഷിച്ചും സൂക്ഷിച്ചും കഴിയുന്ന അന്ത്യോക്യൻ സഭ വരെ മലങ്കര സഭയ്ക്ക് ഒരു കണ്ടകോടാലിയായി തീർന്ന ചരിത്രം പഠിച്ചാലേ അവരുടെ അക്രൈസ്തവ ചെയ്തികളുടെ ആഴം അളക്കുവാൻ സാധിക്കുകയും. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയുടെ തിലകക്കുറിയായി പരിലസിക്കുന്ന നിരണം വലിയ പള്ളിയിൽ വെച്ച് 1912 കാതോലിക്കറ്റ് പുനഃസ്ഥാപിച്ചതിന്റെ ശതാബ്ദ്യാഘോഷങ്ങൾക്ക് സഭയാഗമനം തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ അഭിമാന പുരസ്സരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പരിശുദ്ധ മാർത്തോമായുടെ വഴിയെ. നിങ്ങൾ പോയി ഭൂലോകമൊക്കെയും സർവസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നുള്ള കർത്തൃവചനം പരമാവധി നിറവേറ്റുക. അതിനുവേണ്ടി പട്ടിണിയോ മരണമോ പീഡകളോ എന്തു തന്നെയായാലും സഹിക്കുക. ഈ തീരുമാനമെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാരിൽ ഏറ്റവും അധികം ദൂരം സഞ്ചരിച്ച് ക്രിസ്തു ദൗത്യം നിറവേറ്റിയ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ പേർഷ്യയിലെ തന്റെ ദൗത്യത്തിന്
AD 52 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാർത്തോമാ ശ്ലീഹ നാനാജാതി മതസ്ഥരോട് സുവിശേഷം അറിയിച്ചു. 4 കുടുംബങ്ങളിൽ നിന്ന് ഏതാനും പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് പൗരോഹിത്യ പദവി നൽകി. AD 72 ഡിസംബർ മാസം 18-ാം തീയതി മദ്രാസിലെ ചിന്നമല എന്ന കുന്നിൽ വെച്ച് അക്രൈസ്തവരായ ചില ആളുകളുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റ് വേദന അനുഭവിച്ച് 3-ാം ദിവസം രക്തസാക്ഷി മരണം പ്രാപിച്ചു. അക്രൈസ്തവരുടെ മതപരമായ വെല്ലുവിളികൾ അതിജീവിക്കുവാൻ അലക്സാന്ദ്രിയൻ സഭയുമായും പേർഷ്യൻ സഭയുമായും മലങ്കര സഭ സംസർഗം പുലർത്തി. അവിടെ നിന്നും ബിഷപ്പുമാർ ഇവിടെ എത്തിക്കൊണ്ടിരുന്നു. 17-ാം നൂറ്റാണ്ട് വരെ തദ്ദേശീയരായ അർക്കദിയാക്കന്മാർ മലങ്കര സഭയുടെ ഭരണം നടത്തി വന്നു. 1498-ൽ വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിൽ പോർട്ടുഗീസുകാർ ഇന്ത്യയിലെത്തി. 1530 ആയപ്പോഴേക്കും മലങ്കര സഭയെ റോമൻ ആധിപത്യത്തിന് കീഴിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആർച്ച് ബിഷപ്പ് മെനേസിസ് 1599 ജൂൺ മാസം 20-ാം തീയതി ഉദയംപേരൂർ സുന്നകദോസിലൂടെ മലങ്കര സഭയെ റോമാനുഗത്തിന് കീഴിലാക്കി. എന്നാൽ നസ്രാണികളുടെ ഇടയിൽ അമർഷം പുകഞ്ഞുകൊണ്ടിരുന്നു. നസ്രാണികളുടെ ആവശ്യപ്രകാരം പേർഷ്യയിൽ നിന്നെത്തിയ അഹത്തുള്ള എന്ന മെത്രാനെ പോർട്ടുഗീസുകാർ കൊച്ചിക്കായലിൽ മുക്കിക്കൊന്നു. അടിമുഖം വലിച്ചെറിയുവാൻ വെമ്പൽ കൊണ്ടിരുന്ന നസ്രാണികൾ സടകുടഞ്ഞെഴുന്നേറ്റു. ഒരു സ്വതന്ത്ര സമുദായത്തിന്റെ സ്വാതന്ത്ര്യ വിപ്ലവം. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിലെ കൽക്കുരിശിൽ പിടിച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു പ്രതിജ്ഞ ചെയ്തു. ക്രിസ്ത്യാനികൾ ഞങ്ങൾ ഒന്നിച്ചൊന്നായി സന്തതി പരമ്പര വാഴും കാലം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് റോമാസഭയുടെ മേൽക്കോയ്മ, റോമാസഭയുടെ മേൽക്കോയ്മ, റോമാസഭയുടെ മേൽക്കോയ്മ. ഇട്ടിത്തമ്മൻ കത്തനാർ ചൊല്ലിക്കൊടുത്ത ഈ പ്രതിജ്ഞയാണ് സുപ്രസിദ്ധമായ കൂനൻ കുരിശിൻ സത്യം. 2 ലക്ഷം അംഗങ്ങൾ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭയിലെ കേവലം 400 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും മലങ്കര സഭയിൽ നിലനിന്നു. തുടർന്ന് മാർത്തോമാ മെത്രാന്മാരുടെ ഭരണത്തിൽ മലങ്കര സഭ മുന്നോട്ട് പോയി. സ്വാധീനങ്ങൾക്കും സമ്പത്തിലും ആകൃഷ്ടരായി പലരും മലങ്കര സഭയെ വഞ്ചിച്ച് റോമാ സഭയിലേക്ക് തിരികെ പോയി. കത്തോലിക്ക സഭ മലങ്കര സഭയെ നശിപ്പിക്കുവാൻ പല ദുഷ്കൃത്യങ്ങളുമായി രംഗത്തിറങ്ങി. അതിനെ അതിജീവിക്കുവാൻ മലങ്കര സഭ അന്ത്യോക്യൻ സഭയുമായി സംസർഗം പുലർത്തി. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ആംഗ്ലിക്കൻ മിഷണറിമാർ സഭയിൽ നവീകരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ഇതിന്റെ അനന്തരഫലമായി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗം നവീകരണ സഭകൾ ഉണ്ടാക്കി പുറത്തു. ഇന്നത്തെ CSI സഭയും മാർത്തോമാ സഭയും അതിന്റെ പരിണിത ഫലങ്ങളാണ്. ഇതിനിടയിൽ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് 1876-ലെ മുളന്തുരുത്തി സുന്നകദോസിലൂടെ മലങ്കര സഭയിൽ അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും പുലിക്കോട്ടിൽ തിരുമേനിയുടെയും പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്ത് മലങ്കരയിൽ ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചുയർന്നു. മലങ്കര സഭയുടെ ഉരുക്കുകോട്ട, വേദശാസ്ത്ര പണ്ഡിതൻ, ആത്മീയതയുടെ നിറകുടം, സമുദായത്തിന്റെ കണ്ണിലുണ്ണി. നിങ്ങൾക്കറിയാമോ ആരാണ് അദ്ദേഹം? പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. പുണ്യപിതാവിന്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 1912 നിരണത്ത് പള്ളിയിൽ വെച്ച്
അബ്ദേദ് മെസ്സിയ പാത്രിയാർക്കീസിനാൽ മലങ്കരയിൽ കാതോലിക്കയെ സ്ഥാപിച്ചു. മുറിമുറ്റത്തിൽ ഈവാനിയോസ് തിരുമേനിയെ ഒന്നാം കാതോലിക്കയായി വാഴിച്ചു. സിംഹാസനം സിംഹാസനം ഇതു കാതോലിക്ക സിംഹാസനം 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 ഇതു കാതോലിക്ക സിംഹാസനം തലമുറകൾ കൈമാറി വരും മാർത്തോമായുടെ സിംഹാസനം മാർത്തോമായുടെ സിംഹാസനം. 1928 പള്ളിക്കാട്ട് ഗീവർഗീസ് പ്രഥമൻ രണ്ടാം കാതോലിക്കയായും 1929 കല്ലാശ്ശേരി പിതാവ് മൂന്നാം കാതോലിക്കയായും സ്ഥാനമേറ്റു. സാത്താൻ ഉള്ളിൽ പ്രവേശിച്ച ബദരിയുടെ മാർ ഇവാനിയോസ് മലങ്കര സഭയെ വഞ്ചിച്ച് റീത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ദൈവഹിത പ്രകാരം മലങ്കര സഭയെ നയിച്ച് സഭയ്ക്ക് ഒരു ഭരണഘടനയ്ക്ക് അടിസ്ഥാനമിട്ട പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി 1934 ഇഹലോകവാസം വെടിഞ്ഞു. ഒന്നാം സമുദായ കേസിന് യാക്കോബായ വിഭാഗം തുടക്കം കുറിച്ചു. താൻ നേതൃത്വം കൊടുത്ത സമാധാന ശ്രമം വിജയത്തിന്റെ വക്കിലെത്തിയ ശേഷം തകർന്നതിൽ കുണ്ഠിതനായ പാത്രിയാർക്കീസ് വിഭാഗത്തിലെ ഔഗേന്മാർ തീമോത്തിയോസ് പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ ചതിയെപ്പറ്റി വിവരിച്ച ശേഷം പരിശുദ്ധ കാതോലിക്ക ബാവയെ സ്വീകരിച്ചുകൊണ്ട് മലങ്കര സഭയിൽ ചേർന്നു. തുടർന്നുള്ള ഒരു പെസഹ വ്യാഴാഴ്ച രാത്രി പിറവം പള്ളിയിൽ എഴുന്നള്ളിയ തീമോത്തിയോസ് തിരുമേനിയുടെ മുറിയുടെ കഥയിൽ കുറെ യാക്കോബായക്കാർ ഇടിക്കുന്നു. ക്രിസ്തീയ സൗഹൃദങ്ങളുടെ നിറകുടം സൗമ്യനും ശാന്തശീലനുമായ തീമോത്തിയോസ് തിരുമേനി ഉറക്കത്തിൽ പോലും മസനപ്സ മാറ്റാത്ത ആ പിതാവ് കഥക് തുറന്നു. മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ നിർദ്ദയനായ ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന കാപ്പിക്കമ്പ് കൊണ്ട് പരിശുദ്ധ പിതാവിന്റെ പുറത്ത് ആഞ്ഞടിച്ചു. യാതനകൾ വേദനകൾ സകലവും സഹിച്ചു. ദൈവത്തിന്റെ അഭിഷിക്തനെ മർദ്ദിച്ചവർക്ക് പിതാവാം ദൈവം തക്ക ശിക്ഷ നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം 1958 ഒന്നാം സമുദായ കേസിൽ യാക്കോബായ വിഭാഗത്തിനെതിരെ ചെലവ് സഹിതം വിധിച്ചു. എന്നാൽ സമാധാനകാംക്ഷിയായ മലങ്കരയുടെ പിതാവ് കല്ലാശ്ശേരിൽ തിരുമേനി വിധിച്ച പണം പോലും കൈപ്പറ്റാതെ സമാധാനത്തിനു വേണ്ടി നിലകൊണ്ടു. അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ മലങ്കര സഭ ഭരണഘടനയ്ക്കനുസൃതമായി സ്വീകരിച്ചു. സമാധാനത്തിന്റെ നല്ല നാളുകൾ മലങ്കരയിൽ സ്നേഹത്തിന്റെ വസന്തം ഒഴുകി. ആദ്യകാലങ്ങളിൽ പാത്രിയാർക്കീസ് വിഭാഗക്കാരനായിരുന്ന ഔഗേന്മാർ തീമോത്തിയോസ് മലങ്കര സഭയുടെ 4ാം കാതോലിക്കയായി. തുടർന്ന് നടന്ന മെത്രാൻ തെരഞ്ഞെടുപ്പിൽ ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, യോഗ്യതയില്ലാത്ത പെരുമ്പള്ളി അച്ഛനും തോമസ് അച്ഛനും പരാജയപ്പെട്ടു. ഇവരുടെ കുൽസിത ശ്രമങ്ങളുടെ ഫലമായി പാത്രിയാർക്കീസ് ബാവായുടെ 203 നമ്പർ കൽപ്പന വന്നു. എന്താണെന്ന് അറിയാമോ ആ കൽപ്പന? എന്താണ് കൽപ്പന? കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്ത് വീണെന്ന്. ഇതിനെതിരെ മലങ്കര സഭ അതിശക്തമായി പ്രതികരിച്ചു. സാത്താന്റെ ശിഷ്യന്മാർ മലങ്കരയിൽ അന്നും ഉണ്ടായിരുന്നു. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കൊരിക്കലും മെത്രാന്മാരാകാൻ കഴിയില്ല എന്ന നിരാശയിൽ നിന്നും തോമസ് അച്ഛനും പെരുമ്പള്ളി അച്ഛനും പാത്രിയാർക്കീസിനെ സ്വാധീനിച്ച് മെത്രാന്മാരായതോടുകൂടി സഭയിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഈ തോമസ് അച്ഛനെ അറിയുമോ നിങ്ങൾക്ക്? മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കള്ളക്കരച്ചിൽ നടത്തുന്ന, തന്റെ സ്ഥാനം നിലനിർത്താൻ എന്തോ സൂത്രപ്പടിയും ഒപ്പിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ വിലയ്ക്ക് വാങ്ങിയ മെത്രാൻ സ്ഥാനവുമായി സമൂഹത്തിൽ കറങ്ങുന്ന ഇവരെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പാടാൻ തോന്നുന്നു.
രണ്ടാം സമുദായ കേസ് ആവിർഭവിച്ചു. മാത്യൂസ് പ്രഥമൻ ബാബ മലങ്കരയുടെ 5ാം കാതോലിക്കയായി. മാർത്തോമ എന്ന സ്ഥാനനാമം തന്റെ പേരിനോട് കൂടി കൂട്ടിച്ചേർത്ത ആ പിതാവ് മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യനാണ്. 6ാം കാതോലിക്കയായ മലങ്കരയുടെ സൂര്യ തേജസ് മാത്യൂസ് ദിവ്യൻ ബാബയുടെ കാലത്താണ് 1995 സമുദായ കേസിൽ സുപ്രീം കോടതി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞത്. 7ാം കാതോലിക്ക ദിദിമോസ് പ്രഥമൻ ബാവയുടെ ഭരണകാലത്താണ് മലങ്കരയിൽ ഏറ്റവും കൂടുതൽ മെത്രാപ്പോലിത്തമാരെ വാഴിച്ചതും മൂറൻ കൂദാശ നടത്തിയതും. ഇപ്പോൾ ഇതാ ഒരു വെള്ളി നക്ഷത്രം സഭയുടെ 8ാം കാതോലിക്കയായ പൗലോസ് ദിവ്യൻ ബാവ തന്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലങ്കര സഭയെ നയിക്കുന്നു. പൂർവപിതാക്കൾ പാടി വളർത്തി മാർത്തോമായുടെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം ഉണരുന്നു, ഉണരുന്നു, മലങ്കര മക്കൾ ഉണരുന്നു, 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 മലങ്കര മക്കൾ ഉണരുന്നു. പുതിയൊരു മാനവോച്ചേതനം ഉണരുന്നു. 2002 പുത്തൻകുരിശിൽ വെച്ച് സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കി സൊസൈറ്റിയായി രൂപം കൊണ്ട യാക്കോബായ വിഭാഗം മലങ്കര സഭയുടെ പള്ളികളിന്മേൽ അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. മലങ്കര സഭയെ ജീവനേക്കാൾ സ്നേഹിച്ച ആനപ്പാപ്പിയെയും യൗനാൻ കുഞ്ഞിനെയും മലങ്കര വർഗീസിനെയും കൊന്നൊടുക്കിയവർ, പരിശുദ്ധ ഔഗേൻ ബാബായെ കാപ്പിക്കമ്പ് കൊണ്ടടിച്ച കാപാലികർ, ഇവിടുത്തെ പത്രദൃശ്യ മാധ്യമങ്ങളെ കാണുമ്പോൾ കള്ളക്കരച്ചിൽ നടത്തി ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്ന കപട വേഷധാരികൾ, ഇവരെ നാം തിരിച്ചറിയണം. മലങ്കര സഭ അപ്പോസ്തലനാൽ സ്ഥാപിതമാണ്. മറ്റേതൊരു സഭയോടൊപ്പം പൗരാണികത്വം ഉള്ളതാണ്. മറ്റൊരു സഭയ്ക്കും ഇതിന്റെ മേൽ അധീശത്വത്തിന് അവകാശമില്ല. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളായതിൽ നാം അഭിമാനം കൊള്ളണം. ഒരു സഭയുടെ മുമ്പിലും നാം കുനിയരുത്, നിവർന്ന് തന്നെ നിൽക്കണം. അന്ത്യോക്യൻ സഭ മലങ്കര സഭയുടെ തലയല്ല, മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ വാലുമല്ല. തലയും ഉടലും വാലും മലങ്കരയിൽ തന്നെയുള്ള സ്വയം ശീർഷകത്വമുള്ള സഭയാണ് മലങ്കര സഭ. വട്ടശ്ശേരിൽ തിരുമേനി നേടിത്തുന്ന സ്വാതന്ത്ര്യം, മലങ്കരയിലെ പിതാക്കന്മാർ സംരക്ഷിച്ച സ്വാതന്ത്ര്യം ഒരു വിദേശ ശക്തിക്കും അടിയറവെക്കുവാനുള്ളതല്ല. അന്ത്യോക്യയുടെ താങ്കാനാകാതെ വന്ന മുഖത്തിൽ നിന്നും പിടിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ കനാനിലേക്ക് നയിച്ച മലങ്കര സഭയുടെ മോശയായ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ പിൻഗാമിയായി യോശുവായ പോലെ തന്റെ ആളുകളെ സത്യവിശ്വാസ പാതയിലൂടെ നയിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ